പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ലെന്ന സിപിഎം ന്യായീകരണം പൊളിയുന്നു. കേസിൽ അറസ്റ്റിലായ 6 പേരിൽ 4 പേർ പാർട്ടിയുമായി പ്രത്യക്ഷ ബന്ധമുള്ളവർ. ഡിവൈഎഫ്ഐ ചുമതല വഹിക്കുന്ന നേതാക്കളും കേസിൽ പ്രതികൾ. അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാക്കളും ഉണ്ടെന്ന് സമ്മതിച്ച് സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. സംഭവം അറിഞ്ഞ് എത്തിയവരാണ് അറസ്റ്റ് ചെയ്ത ഡിവൈഎഫ്ഐ നേതാക്കളെന്നും വി.കെ. സനോജ് പറഞ്ഞു. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ലെന്ന സിപിഎം വാദം പൊളിക്കുന്നതാണ് പുറത്തുവന്ന തെളിവുകൾ. കേസിൽ പ്രതികളായവർക്ക് പ്രത്യക്ഷ സിപിഐഎം ബന്ധം. അറസ്റ്റിലായ അമൽ ബാബു സിപിഎം ലോക്കൽ റെഡ് വളണ്ടിയർ ക്യാപ്റ്റൻ, സായൂജ് ഡിവൈഎഫ്ഐ കടുങ്ങാംപൊയിൽ യൂണിറ്റ് ഭാരവാഹി, ഒളിവിലുള്ള ഷിജാൽ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി. ടി.പി കേസിലെ പ്രതികളും ആകാശ് തില്ലങ്കേരിയും പ്രതികളുടെ അടുത്ത സുഹൃത്തുക്കൾ. പ്രതികളുടെ പാർട്ടി ബന്ധം പരസ്യമാക്കുന്നതാണ് പുറത്തുവന്ന തെളിവുകൾ. എന്നിട്ടും പങ്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഡിവൈഎഫ്ഐ. അറസ്റ്റ് ചെയ്തവരിൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കളുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് സമ്മതിക്കുന്നു. എന്നാൽ സ്ഫോടനം നടന്നതറിഞ്ഞ് സ്ഥലത്തെത്തിയ ഡിവൈഎഫ്ഐ നേതാക്കളാണ് അറസ്റ്റിലായതെന്നും സനോജ് ന്യായീകരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്ന വാർത്തകളിൽ ഡിവൈഎഫ്ഐയുടെ ചില പ്രാദേശിക പ്രവർത്തകരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ആ പേര് പരാമർശിക്കപ്പെട്ട ആളുകൾ ആ സംഭവം നടന്ന സമയത്ത് അവിടെ എത്തപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവം നടന്നാൽ ആളുകൾ ഓടിക്കൂടും. അപ്പം അങ്ങനെ സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയിട്ടുള്ള ആളുകൾ ആ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ആളുകളും ഉണ്ടായി. ഇനിയിപ്പോൾ അവർക്കതിനകത്ത് പങ്കുണ്ടെങ്കിൽ അതിനെയൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കുന്ന നിലപാട് ഡിവൈഎഫ്ഐ സ്വീകരിക്കില്ല. പ്രതിരോധത്തിനായി ഡിവൈഎഫ്ഐ ഉയർത്തിയ വാദം പരോക്ഷമായി ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനം കൂടിയാണ്. കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടക്കുമെന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.